ഉപരിസഭയായ രാജ്യസഭ വീണ്ടും ഒരു തീക്ഷ്ണമായ രാഷ്ട്രീയ വാക്പോരിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 2026 നികുതി നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും CPIM MP ജോൺ ബ്രിട്ടാസും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായത്. ഡിജിറ്റൽ ഇന്ത്യയുടെ പര്യായമായ UPI ഇടപാടുകൾക്ക് കേന്ദ്ര സർക്കാർ ചാർജും നികുതിയും ഏർപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്ന ജോൺ ബ്രിട്ടാസ് MPയുടെ ആരോപണമാണ് ധനമന്ത്രിയെ പ്രകോപിപ്പിച്ചത്. താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മന്ത്രി മറുപടി നൽകാൻ ആരംഭിച്ചപ്പോൾ അത് കേൾക്കാൻ നിൽക്കാതെ സഭയിൽ നിന്നും പുറത്തുപോയ ബ്രിട്ടാസിന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് നിർമ്മല സീതാരാമൻ വിമർശിച്ചത്. കമ്മ്യൂണിസ്റ്റുകൾ ആകെ ഭീരുക്കളാണ് എന്ന തരത്തിലുള്ള ധനമന്ത്രിയുടെ കടന്നാക്രമണം പാർലമെന്റിന്റെ പുറത്തും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. സഭയിൽ ബില്ലിന്മേലുള്ള ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസ് MP കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. UPI ഇടപാടുകൾക്ക് ഫീസോ അല്ലെങ്കിൽ നികുതിയോ ഏർപ്പെടുത്താൻ പുതിയ ഭേദഗതി ബില്ലിലൂടെ സർക്കാർ നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ച അദ്ദേഹം വിഷയത്തിൽ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തെ സാധാരണക്കാരെയും ചെറുകിട വ്യാപാരികളെയും നേരിട്ട് ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമാണിതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ തനിക്ക് പ്രസംഗിക്കാൻ അനുവദിച്ച സമയപരിധി പൂർത്തിയായ ഉടൻ തന്നെ ബ്രിട്ടാസ് സംസാരിക്കുന്നത് അവസാനിപ്പിച്ച് സഭയിൽ നിന്നും പുറത്തേക്ക് പോയി. കേന്ദ്ര ധനമന്ത്രി സഭയിൽ സാന്നിധ്യമായിരിക്കെ അവർ മറുപടി നൽകാൻ എഴുന്നേറ്റ സമയത്തായിരുന്നു ബ്രിട്ടാസിന്റെ ഈ പിൻവാങ്ങൽ. ധനമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശേഷം അതിനുള്ള ഔദ്യോഗിക മറുപടി കേൾക്കാൻ തയ്യാറാകാതെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയ നടപടിയാണ് ധനമന്ത്രിയെ ചൊടിപ്പിച്ചത്. എന്നാൽ ജോൺ ബ്രിട്ടാസിന്റെ സഭ വിടലിനെ ശക്തമായ വാക്കുകളിലാണ് നിർമ്മല സീതാരാമൻ നേരിട്ടത്. സഭയിൽ താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും സാമ്പത്തികകാര്യ മന്ത്രാലയം മറുപടി പറയാൻ തയ്യാറെടുക്കുമ്പോൾ അത് കേൾക്കാൻ പോലും ധൈര്യമില്ലാതെ MP ഓടിക്കളയുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. വസ്തുതകളെ തികച്ചും തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക, എന്നാൽ അതിനെ വസ്തുതാപരമായ മറുപടി നൽകാൻ ആരംഭിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ആർജവമില്ലാതെ ഇറങ്ങിപ്പോവുക, ഇതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ പരമ്പരാഗത രീതി. കമ്മ്യൂണിസ്റ്റുകൾ ആകെ ഭീരുക്കളാണ് എന്ന് നിർമ്മല സീതാരാമൻ സഭയിൽ പരിഹസിക്കുകയും ചെയ്തു. സഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അംഗങ്ങൾക്ക് അവകാശമുള്ളതുപോലെ തന്നെ അതിന് സർക്കാർ നൽകുന്ന ഔദ്യോഗിക മറുപടി കേൾക്കാനുള്ള ഉത്തരവാദിത്വവും ബാധ്യതയും ജനപ്രതിനിധികൾക്കുണ്ടെന്ന് അവർ ഓർമ്മിപ്പിച്ചു. താൻ ഉന്നയിച്ച വാദങ്ങൾക്ക് മറുപടി കേൾക്കാതെ മാറി നിൽക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന അനീതിയാണെന്നും വസ്തുതകൾ പുറത്തു വരുമ്പോൾ തങ്ങളുടെ വ്യാജ പ്രചാരണങ്ങൾ പൊളിയുമെന്ന ഭയമാണ് ഇത്തരം ഓടി ഒളിക്കലുകൾക്ക് പിന്നിലെന്നും മന്ത്രി പറഞ്ഞു. സഭയിലെ വിവിധ അംഗങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേൾക്കുകയും അതിന് പോയിന്റ് ബൈ പോയിന്റ് ആയി വ്യക്തമായ മറുപടി നൽകുകയും ചെയ്യുന്നതാണ് തന്റെ രീതിയെന്നും, എന്നാൽ മറുപടി കേൾക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇനി യഥാർത്ഥത്തിൽ UPI ചാർജ് ആരോപണത്തിലെ യാഥാർത്ഥ്യം എന്താണ്? ജോൺ ബ്രിട്ടാസ് ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളെ അക്കമിട്ട് നിർത്തിയാണ് ധനമന്ത്രി തള്ളിക്കളഞ്ഞത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും പരിഭ്രാന്തിയും പരത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് UPI ചാർജിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞു. 2026 നികുതി നിയമ ഭേദഗതി ബില്ലിന്റെ വ്യവസ്ഥ UPI ഉപയോക്താക്കളെ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായി ബാധിക്കുന്നതല്ലെന്ന് മന്ത്രിസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. നികുതിയോ ഇടപാട് ഫീസോ ഇല്ല. പുതിയ ബില്ലിൽ UPI ഇടപാടുകൾ നടത്തുന്ന സാധാരണക്കാർക്കോ വ്യാപാരികൾക്കോ യാതൊരുവിധ നികുതിയോ അനാവശ്യ ഇടപാട് ചാർജുകളോ ഏർപ്പെടുത്താൻ നിർദ്ദേശവുമില്ല. നിയമപരമായ സംരക്ഷണം എന്നും തുടരും. നിലവിൽ ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾക്കും ഡിജിറ്റൽ ഇടപാടുകൾക്കും നൽകി വരുന്ന നിയമപരമായ പരിരക്ഷയും ആനുകൂല്യങ്ങളും തടസ്സമില്ലാതെ തുടരുന്നതിന് വേണ്ടിയാണ് പുതിയ ഭേദഗതിയിൽ വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുള്ളത്. രാജ്യത്ത് ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ സുതാര്യവും ശക്തവുമാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അല്ലാതെ ഡിജിറ്റൽ സാക്ഷരത നേടിയ ജനങ്ങൾക്ക് ഭാരമാകുന്ന തരത്തിൽ UPI ഇടപാടുകൾക്ക് ഫീസ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഡിജിറ്റൽ ഇടപാടുകൾ സാധാരണക്കാർക്ക് പ്രാപ്യമായ രീതിയിൽ സൗജന്യമായി നിലനിർത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനാ വിഷയമാണെന്നും ഇത് സംബന്ധിച്ച് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഈ സംഭവം പാർലമെന്ററി മര്യാദകളെക്കുറിച്ചും ജനപ്രതിനിധികളുടെ കടമകളെക്കുറിച്ചുമുള്ള വലിയൊരു ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. സഭയിൽ സംസാരിക്കാനും സർക്കാരിനെ ചോദ്യം ചെയ്യാനും ഓരോ അംഗത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്.
എന്നാൽ അതോടൊപ്പം തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാവുകയും ഗവൺമെന്റിന്റെ വിശദീകരണങ്ങൾ കേൾക്കാൻ സഭയിൽ സാന്നിധ്യം ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് ഒരു എംപിയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ആരോപണം ഉന്നയിച്ച ശേഷം മറുപടി കേൾക്കാതെ സഭ വിട്ടിറങ്ങുന്നത് ശ്രദ്ധ നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഇതിനു മുമ്പും സാമ്പത്തിക വിഷയങ്ങളിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വിശദമായ വസ്തുതകൾ സഹിതം ധനമന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ വാദങ്ങൾ സാങ്കേതികമായി തള്ളപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത് ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന വിമർശനം ശക്തമാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിയ പശ്ചാത്തലത്തിൽ UPI ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള ഏത് വാർത്തകളും തികച്ചും സംവേദനക്ഷമമാണ്. UPI ഇടപാടുകൾക്ക് ചാർജ് വരുന്നു എന്ന തരത്തിലുള്ള ഭയത്തിന് ധനമന്ത്രിയുടെ ഔദ്യോഗിക വിശദീകരണത്തോടെ പൂർണ്ണ പരിഹാരമായിരിക്കുകയാണ്. എന്നാൽ രാജ്യസഭയിൽ നടന്ന നാടകീയ സംഭവ വികാസങ്ങളും കമ്മ്യൂണിസ്റ്റുകൾ ഭീരുക്കളാണെന്ന് നിർമ്മല സീതാരാമന്റെ രൂക്ഷമായ പരാമർശവും വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ ഗോതയിൽ വലിയ തർക്കങ്ങൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്.